തലമുറകളെ പണിതെടുക്കുക. ബിൽഡപ്പ് ദ ജനറേഷൻ. നമ്മുടെ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. അവരെ പണിതെടുക്കാനുള്ള ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പണിതെടുക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനുള്ള ഓരോ അടുത്ത പടി നമ്മളെ കാണിച്ചു തരും. കർത്താവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ തലമുറകളെക്കുറിച്ച് ഉൽപ്പത്തി, നമ്മുടെ ജനസിസ് ഉൽപ്പത്തി മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ തലമുറയെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാണെന്നൊക്കെ മനസ്സിലാകുന്നു. ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരും. പല പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത, അസ്യം ചെയ്യാത്തതായിട്ടുള്ള ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പണസംബന്ധമായിട്ടും രോഗസംബന്ധമായിട്ടും മക്കളെക്കുറിച്ച് വരും, വിവാഹ ജീവിതം, കുഞ്ഞുങ്ങളില്ലാത്ത, വിവാഹം നടക്കാതെ, ഇങ്ങനെ പലതരത്തിലുള്ള കടബാധ്യത, പിന്നെ ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെന്നിട്ട് കള്ളു കുടിക്കുന്നു, മ്ലേച്ഛതയ്ക്ക് പോകുന്നു, പിന്നെ ജയിലിൽ പോകുന്നു. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പം ഇതൊക്കെ ഏതെങ്കിലും ഒരു തരത്തിലൊരു കുടുംബത്തിനുണ്ട്. ഒന്നുകിൽ രോഗമായിരിക്കും, വലിയ മറ്റുള്ളവരുടെ മുമ്പിൽ സൊസൈറ്റിയിൽ വലിയ ആളായിട്ട് നടക്കുന്നവരുടെ മേൽ രോഗമായിരിക്കും നിൽക്കുന്നത്. അല്ലാത്തവർക്ക് ചിലപ്പം വേറെ തരത്തിലുള്ള ജയിലിൽ പോയി കിടക്കേണ്ടതായിരിക്കും. ഇതൊക്കെ ഏത് തരത്തിൽ, ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് വീണുപോയിട്ട് പല ബലഹീനതകളാൽ സങ്കടപ്പെടുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ തലമുറകളെ പണിതെടുക്കുവാൻ ഞാൻ കടന്നു വരികയാണ്. ഞാൻ തലമുറകളെ പണിതെടുക്കുന്ന ദൈവമാണ്. എന്നാൽ സാഹചര്യം നോക്കുമ്പോൾ അത് ശരിയല്ല. അങ്ങനെയുള്ളപ്പം ദൈവം പലപ്പോഴും പറയുന്നത്, സാഹചര്യം നോക്കരുതേ, ദിസ് വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. അതായത് പാപത്തിന് അടിമയായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുമ്പം ഇവിടെ ഒന്നും ശരിയായിട്ട് എന്നും നിൽക്കത്തില്ല. ഒരു കാര്യം എന്നും ശരിയായിട്ട് നിൽക്കത്തില്ല, ഷുവറാണ്. പിന്നെ എന്താ ചെയ്യാൻ ഒക്കുന്നത്? നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കണം. ലുക്ക് ഇൻ ടു മൈ ഫേസ്. എൻ്റെ മുഖത്തേക്ക്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ നീ നോക്കാൻ പഠിക്കണം. Can you do that? ഏതൊരു പ്രയാസ സന്ദർഭത്തിലും ഡോണ്ട് ലുക്ക് അറ്റ് ദ ഫിസിക്കൽ, അതായത് കണ്ണുകൊണ്ട് കാണുന്നതിൽ നോക്കാതെ ലുക്ക് അറ്റ് ദ സ്പിരിച്വൽ, ആത്മീകമായ കാര്യങ്ങളിലേക്ക് നോക്കുക. ഒരാൾക്ക് അസുഖമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ അസുഖ സമയത്ത് അവർ ദൈവത്തോട് അല്പം ക്വയറ്റ് ടൈം എടുക്കാനായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരമ്മ, അമേരിക്കക്കാരി ഒരു സ്ത്രീ, സൗദി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, അവരുടെ മകനെ ഡ്രഗ്സിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. അപ്പം ഞങ്ങളോട് എല്ലാം പ്രാർത്ഥന കൂട്ടത്തിരിക്കുമ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവർ പറഞ്ഞ ഇങ്ങനെയാണ്, എൻ്റെ മോനെ ജയിലിൽ നിന്ന് പറഞ്ഞു വിടരുതേ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ, അവിടെ കിടന്നിട്ട് ആരെങ്കിലും ഒരു ദൈവ മകൻ അവൻ്റെ അടുക്കൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് ആ ജയിലിൽ കിടന്ന് യേശുവിനെ സ്വീകരിക്കുന്നിടം വരെ അവരെ കിടക്കട്ടെ. അത് തന്നെയല്ല, പിന്നെ ഞങ്ങളോട് പറഞ്ഞു, അല്ല അവനെ പുറത്ത് വിട്ടാൽ അവനെ ഒരൊറ്റ വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്യല്ലെന്ന്. ഞാൻ വിചാരിച്ചു എന്നെ പ്രാർത്ഥനയാണ് പൊന്നപ്പിച്ചത്, ഇതെന്തൊരു പ്രാർത്ഥന ഈ സ്ത്രീ പറയുന്നത്. അത്ര തീഷ്ണതയായിരുന്നു ആ സ്ത്രീക്കും. അവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ കൊച്ചനെ ജയിലിലിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ അവിടെയുള്ള ഈ സുവിശേഷകർ ചെന്നിട്ട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടു, ഇന്ന് അവൻ ദൈവവേല ചെയ്ത് പുറത്ത് നടക്കുന്നു. അപ്പോൾ ഒരമ്മയുടെ തീഷ്ണത, എന്തു വന്നാലും സാരമില്ല, ഇവൻ എൻ്റെ ദൈവത്തിന് വേണ്ടി തന്നെ നിൽക്കണമെന്ന്. അതാണ് നമ്മൾ പറയുന്നത്, ഡോണ്ട് ലുക്ക് അറ്റ് ദ ഫിസിക്കൽ. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ കിരീടമാണ് നിനക്ക് പ്രാപിപ്പിക്കുന്നത്. ഇതൊക്കെ വചനമല്ലേ? അല്പകാലത്ത്, ജീവിതകാലത്തിലെ ഭാരം അല്പകാലത്തേക്കുള്ള. അതാരാ പറഞ്ഞു? പൗലോസ്. എത്ര പ്രാവശ്യം അടിച്ചു കൊന്നു, എത്ര പ്രാവശ്യം കല്ലെറിഞ്ഞു, എത്ര പ്രാവശ്യം ജയിലിലിട്ട പൗലോസാണ് പറയുന്നത്, അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ കിരീടം പ്രാപിപ്പാൻ ഉപയോഗിക്കുന്നത്. എന്താണ് ആ വിശ്വാസ വീരനെ എന്നൊക്കെ പറയുമ്പം പൗലോസാണ് 14 ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 14 ലേഖനം എഴുതിയ പൗലോസ് ഇത് എഴുതണമെങ്കിൽ അതുപോലെയുള്ള കഷ്ടത്തിൽ കൂടെ പോയി, അതുപോലെ കഷ്ടത്തിൽ നമ്മൾ ഈ പറയത്തില്ലേ, ചക്കിനകത്തിട്ട് ഈ നമ്മൾ കൊപ്രായൊക്കെ ഇട്ട് ആട്ടുന്നത് പോലെയും അല്ലെങ്കിൽ ഒലിവ് കായിട്ട് ആട്ടുന്നത് പോലെ ആട്ടിക്കഴിയുമ്പം അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നത് പോലെയാണ് ദൈവമക്കളെ ഇങ്ങനെ ചക്കിലിട്ട് ആട്ടും തോറും. ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിഷേക തൈലം അനേക തലമുറകൾക്ക് പ്രയോജനമായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് ലുക്ക് അറ്റ് ദ ഫിസിക്കൽ ബട്ട് ലുക്ക് അറ്റ് ദ സ്പിരിച്വൽ. നമ്മുടെ തലമുറയെ ദൈവം പ്ലാൻ ചെയ്യുമ്പം ജെറമയ 29:11 വാക്യമാണ് എടുത്തുപയോഗിക്കാൻ ദൈവം തരുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു.
ദൈവത്തിനൊരു നിരൂപണമുണ്ട്, അതെന്നാ ദൈവം അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നോട് അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അത്ര മതി. അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് നന്മയ്ക്ക് തന്നെ, തിന്മയ്ക്കല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ശുഭഭാവിക്ക് വേണ്ടിയാണ്. ശുഭഭാവി എന്ന് വെച്ചാൽ അല്പ കഷ്ടം ഇപ്പോഴുണ്ട്, പക്ഷേ അവസാന അനുഗ്രഹമാണ്. ഉറപ്പ്. അതായത് മുൻപിൽ വെച്ചിരിക്കുന്ന വലിയ ആ പ്രതിഫലം ഇച്ഛിച്ചു, അല്ലെ കിരീടം ഇച്ഛിച്ചുകൊണ്ട് ഇപ്പോഴുള്ളത് ചവറ എന്ന് എണ്ണാനുള്ള ശക്തി വന്നിട്ട് എൻഡ്യൂറിങ് സ്പിരിറ്റാണ്, മുൻപോട്ട് പോകാനുള്ള ശക്തി. ചിലർക്കത് വലിയ പ്രയാസം. എനിക്ക് തന്നെ പല കൂട്ടുകാരുണ്ട് പ്രയാസം, ഭർത്താവിന് അസുഖമായിട്ടുള്ളവർ, മക്കൾക്ക് പ്രയാസമുള്ളവർ, വീട് പണിയാതെ കിടക്കുന്ന ഇങ്ങനെയുള്ളവരൊക്കെ അമ്മമാർ എന്ന് പറയുമ്പോൾ അവർ വളരെ വേദനയോടെ ഞരങ്ങിക്കൊണ്ട് കുറുപ്രാവിനെ പോലെ ഞരങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തളരും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവർ നമ്മുടെ മുമ്പിൽ വരുന്നത്. അന്നേരം തളർന്നു പോകരുത്, ബലപ്പെട്. നമ്മുടെ ഈ ജഡീക ശക്തിയുടെ ശക്തി തീർന്നു, പക്ഷെ ആത്മാവ്, ഈ ജഡശക്തി തീരുമ്പോൾ ആത്മശക്തി തുടരുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. പലപ്പോഴും ഞാനങ്ങനെ കാണാറുണ്ട്. നമ്മളൊരു എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ വേറൊരു ശക്തി ദൈവം ഇട്ട് തരികയാണ്. ആ ശക്തി വന്നു കഴിയുമ്പോഴാണ് നമ്മളോട് ദൈവം പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിയെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്ന ആയുധങ്ങൾ പിശാചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ മണ്ഡലത്തെ ജയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് അവൻ അയക്കുന്ന ഒരായുധവും നടക്കത്തില്ല, വലിക്കത്തില്ല. അതുണ്ടാക്കുന്നതിന് മുമ്പ് അവൻ്റെ ഗർഭത്തിൽ തന്നെ വെച്ച് അലസിപ്പോകും. അത് ജീവൻ്റെ വെളിച്ചം കാണത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാണ്. അന്ധകാര മണ്ഡലത്തെ തകർത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ അന്ധകാര മണ്ഡലത്തിൽ കളിക്കുന്ന ദുഷ്ടാത്മ ശക്തികളെ വെട്ടിമാറ്റിയേച്ച് അത് പറഞ്ഞില്ലേ, കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ജഡരക്തങ്ങളോടല്ലല്ലോ യുദ്ധം, വാഴ്ചകളോട് അധികം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ എല്ലാവരും പൂർത്തീകരിച്ചോളും. നമ്മൾ ജഡരക്തങ്ങളോടായി, ഇതൊക്കെ നമുക്ക് കാണാതറിയാം. ജഡരക്തങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത്, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിലെ അധികാരികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. അപ്പോൾ ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളാണ് മേളിൽ നിൽക്കുന്നത്. അവന്മാർ രാവിലെ തീരുമാനിച്ച ചില കാര്യങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കണം. പലരും നമ്മളത് മനസ്സിലാക്കുന്നില്ല. സത്യദൈവത്തിൻ്റെ ആത്മാവ് അല്ലാത്തവരിൽ പിശാച് തന്നെയാണ് കളിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, ദൈവം അല്ലെങ്കിൽ പിശാച്, രണ്ടിലൊന്നേ ഉള്ളൂ. ഒന്ന് സത്യദൈവം അല്ലെങ്കിൽ ദുഷ്ടശക്തി. ആ ദുഷ്ടശക്തി വെട്ടേറ്റ് വീണ കരുണോദയ ശുക്രൻ, അവൻ ഈ ആകാശമണ്ഡലത്തിൽ കളിക്കുന്നുണ്ട്. അവൻ കുറേ കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടിട്ട് അവന് ബുദ്ധിയുണ്ട്. കാരണം അവൻ സ്വർഗത്തിൽ വസിച്ചവനാണ്. എസെക്കിയേലിൽ പറയുന്നുണ്ട്, സ്വർഗമണ്ഡലത്തിലെ സകലത്തിൻ്റെയും വർഷിപ്പ് ലീഡറായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഗീതങ്ങളുടെ സകല ഇൻസ്ട്രുമെൻസിൻ്റെ ഒറിജിന് അവന് ലയിപ്പിച്ചിട്ട് അവനത് ദുരാത്മാവിലെ ദുഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഈ റോക്ക് മ്യൂസിക്, പല മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. ഈ മ്യൂസിക്കിനൊക്കെ ഒരു ദുഷ്ടശക്തിയുടെ ഇഫക്റ്റ് ഉണ്ട്. ബിക്കോസ് ദേ ആർ റൂൾഡ് ബൈ ദി അറ്റ്മോസ്ഫിയറിക് സ്പിരിറ്റിന് ഞാൻ പറയുന്ന ഒരു ശക്തിയുണ്ട്. സ്പിരിറ്റിന് ബോഡിയില്ല, അതായത് ആത്മാക്കൾക്ക് ശരീരമില്ല. അപ്പോൾ ആത്മാക്കൾക്ക് ശരീരമില്ലാത്ത അവർ ശരീരം നോക്കി നടക്കുകയാണ്. ആരെ കണ്ടുപിടിക്കും? നമ്മുടെ മക്കളെയോ അതോ ശത്രുക്കളെയോ അതോ ദുഷ്ടനെയോ? നമ്മുടെ വേലി പൊളിഞ്ഞു കിടക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കും. പക്ഷെ നമ്മുടെ വേലി പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വേലി ഉറപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവന്ന് നടത്താൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. തലമുറയെ പണിതെടുക്കാൻ, തലമുറ എന്ന് പറയുമ്പോൾ വെരി സിമ്പിളല്ലേ. തലമുറ എന്ന് പറയുമ്പം നമ്മുടെ അല്ല, അടുത്ത തലമുറ, നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെ ഇവരെ പണിതെടുക്കാൻ. ആ പണി നമ്മൾ ചെയ്തെടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായപ്പോഴത്തേക്ക് ഈ ജോവൽ പ്രവാചകനിൽ ഒരു വചനം പറയുന്നുണ്ട്, 2:28. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അവിടെ നിർത്താം. യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മുടെ പുത്രന്മാർക്ക് ദർശനങ്ങൾ കൊടുക്കും, അവർക്ക് സ്വപ്നങ്ങൾ ഇട്ട് കൊടുക്കും, പുതിയ ആത്മാവിനെ പകർന്നു കൊടുക്കും. ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്നത്. ഇത് 2000 വർഷങ്ങൾക്കും നടന്നിരിക്കുക.
അത് ഏറ്റെടുക്കേണ്ട ചുമതല നമുക്കാണ്. ഇപ്പോൾ ഒരു കേസ് കൊടുത്താൽ നമ്മുടെ വീടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോയി കേസ് കൊടുത്ത് ഗവൺമെൻറ്റിനെതിരായിട്ട് കേസ് ജയിച്ചെങ്കിൽ നമുക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. വേറൊരാൾക്ക് അതേ നിയമത്തിന് പ്രയോജനം വേണമെങ്കിൽ അവരും കൊണ്ട് കേസ് കൊടുക്കണം കോടതിയിൽ. അങ്ങനെ തന്നെയാണ് ദൈവം ജയമെടുത്തത് നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ അവനവൻ യേശുവിൻ്റെ കോടതിയിൽ വന്ന്, സ്വർഗ കോടതിയിൽ വന്ന് മുമ്പിൽ നിന്ന് വചനവുമായിട്ട് പ്രാർത്ഥിച്ച് നേടാൻ പഠിക്കുക. പ്രാർത്ഥിക്കാം. തലമുറകളുടെ ദൈവമാകുന്ന ഞങ്ങളുടെ യഹോവയുടെ മുമ്പിൽ ഞങ്ങൾ കടന്നു വരികയാണ്. തലമുറയെ പണിയുക എന്ന് നീ ഞങ്ങളോട് പറയുമ്പം ഞങ്ങളുടെ തലമുറയെ നശിപ്പിക്കാൻ ദുഷ്ടാത്മശക്തികൾ മുമ്പിൽ നിൽപ്പുണ്ട്. വാഴ്ചകളോടും അധികാരങ്ങളോടും അല്ലല്ലോ ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കർത്താവേ. അതുകൊണ്ട് കർത്താവേ, ദൈവഹിതത്തിന് ഉപരിയായിട്ട് ദൈവത്തിനെക്കാട്ടി വലുതായിട്ട് പൊങ്ങി വരുന്ന സകല ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ എല്ലാം ഇടിച്ചു താഴ്ത്തിയിട്ട് ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു കർത്താവേ. ഒരൊറ്റ ചിന്ത ദൈവത്തിന് ഉപരിയായിട്ട് പോകാൻ അനുവദിക്കരുത്. എല്ലാ ചിന്തകളും ദൈവത്തിന് അടിമയാണ് കർത്താവ്. ഏത് ചിന്തകളും നല്ലതും ചീത്തയും ഒരുപോലെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിയിട്ട് ശുദ്ധീകരിച്ച് നല്ലതേതെന്ന് തിരഞ്ഞെടുക്കാനുള്ള കൃപ, നല്ലത് തിരഞ്ഞെടുക്കുക തന്നെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി പ്രാപിച്ചെടുത്ത് തലമുറകളെ നേർവഴിക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കണമേ കർത്താവേ. നീ ഞങ്ങളുടെ തലമുറകളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചാണല്ലോ പഠിപ്പിക്കുന്നത്. എല്ലാം നന്മയ്ക്ക്. അത് എനിക്ക് അവരെക്കുറിച്ചുള്ള തീരുമാനം, ഐ ഹാവ് എ പ്ലാൻ. അവരെക്കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിൻ്റെത് വലുതാണ് കർത്താവേ. അതുകൊണ്ട് ആ ദൈവം നിയോഗിച്ച ആ ഉന്നത പദവിയിൽ എത്തുന്നിടം വരെ അവർക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിപ്പാനുള്ള കൃപയിട്ട് തരണം. ആത്മാവിൻ്റെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് തലമുറകൾ ആ ഉന്നത പദവിയിൽ ഇരിക്കുന്നത് കാണാൻ തക്കണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവരിയ്ക്കേണ്ട കസേരയിൽ ഇരിക്കട്ടെ, ഉടുക്കേണ്ട വസ്ത്രം ഉടുക്കട്ടെ. അപ്പച്ച കർത്താവേ, ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ അവൻ ഇട്ട വസ്ത്രം ഇട്ടുകൊണ്ടല്ലല്ലോ കയറി വന്നത്, വസ്ത്രം മാറ്റിയല്ലേ അവനെ കയറി വന്നത്. മുടിയനായ പത്രം തിരിച്ചു വന്നപ്പോൾ അവൻ്റെ വസ്ത്രം അതിനെ ഇടിപ്പിച്ചുകൊണ്ടിരുന്നില്ലല്ലോ കർത്താവ്, ഉടനടി അവൻ്റെ വസ്ത്രം മാറ്റിയില്ലേ. അതുപോലെ ഞങ്ങളുടെ തലമുറകളുടെ കുഞ്ഞുങ്ങളുടെ പദവികൾ അവർക്കുള്ള വിളിക്കനുയോജ്യമായ വസ്ത്രമല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് അവരുടെ വസ്ത്രം മാറ്റി നീ പുതിയ പരിശുദ്ധാത്മാവ് നിയോഗിച്ച വസ്ത്രം ഇടണം. ഇട്ടേ പറ്റുമോ അപ്പച്ച? ഒരു വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ അവൻ്റെ പദവി അവന് മനസ്സിലാകും. അതിനൊക്കെ ഓരോ പദവിയുണ്ട് അപ്പച്ച. ഓരോ വസ്ത്രത്തിനും ഓരോ വിലയുണ്ട് കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ അങ്കി അവരുടെ മേൽ ഇട്ട് കൊടുത്തിട്ട് യാക്കോബ് പോലും മൂത്ത മകൻ്റെ അവകാശം നേടാൻ വേണ്ടി യേശാവിൻ്റെ വസ്ത്രമെടുക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ദൈവമേ, ദൈവപുത്രനായ യേശു ക്രിസ്തു നേടിയെടുത്ത അധിക അനുഗ്രഹങ്ങളും ആത്മീക ചൈതന്യവും ദൈവീക കൃപകളും വരങ്ങളും വാങ്ങിച്ചെടുക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വസ്ത്രം ധരിപ്പാൻ ഞങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണം. പുതിയ വസ്ത്രം ഉടുക്കട്ടെ. എന്നും പുതിയതാക്കി വെക്കുന്ന ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ ഞങ്ങൾ ഉടുക്കുന്നു. അതാ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നതിന് ഇത് കിഴക്കേ പടിഞ്ഞാറ് വടക്കേ തെക്കേ ചെന്ന് തലമുറകളുടെ ഐശ്വര്യം കാണുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് നന്ദി. ഞങ്ങൾ ഈ അയക്കുന്ന വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഞങ്ങൾ ചെല്ലുന്നിടത്ത് ഞങ്ങൾ എവിടെയെല്ലാം വചനം അയക്കുന്നു അവിടെയെല്ലാം വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ചെന്നുകൊണ്ട് പ്രവർത്തിക്കണമേ. പ്രവർത്തിക്കുക തന്നെ ഉത്തരവും അയച്ചു തരണമേ. അത് ചെയ്യുന്നതിനെ സ്തോത്രം. പണിയുന്നവൻ അവിടുന്ന് വീട് പണിയുന്നവനാകിയാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.